ഡിജോ ജോസ് ആൻ്റണിയുടെ പള്ളിച്ചട്ടമ്പി ഇങ്ങനെ പീരിയഡ്, പൊളിറ്റിക്സ്, മാസ് ഒക്കെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പല ഭാഗങ്ങളിലും അത് വളരെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കോംബോ ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അതുപോലെ തന്നെ ഈ കേരള രാഷ്ട്രീയം, കമ്മ്യൂണിസം, ക്രിസ്ത്യൻ സഭകൾ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ഇങ്ങനെയുള്ള ഈ 1930കളിൽ തുടങ്ങുന്ന ഒരുപാട് റെഫറൻസുകൾ ഇവരിങ്ങനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലേക്കാണ് ഈ ടൊവിനോയുടെ ക്യാരക്ടറിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ശരിക്കും ലിറ്ററലി അത് ഭയങ്കര ഡ്രാഗായി പോകുന്നു എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റും. എസ്പെഷ്യലി ഈ ചില പൊളിറ്റിക്കൽ റെഫറൻസ് ഒക്കെ വരുന്ന ഭാഗങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു ഡെപ്ത് ഉണ്ടാക്കാതെ സർഫസ് ലെവൽ ഇങ്ങനെ ഒരു ഡ്രോപ്പിംഗ് പോലെ മാത്രമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഈ കമ്മ്യൂണിസവും ചർച്ചിൻ്റെ ഈ ട്രാക്കും ഒക്കെ ശരിക്കും കൺസെപ്റ്റ് വൈസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നാലും 1950 വിമോചന സമരം ശരിക്കും കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെയുള്ള നടത്തിയ ഏറ്റവും വലിയ ജനപ്രക്ഷോഭമാണ്. EMSൻ്റെ കാലത്തുണ്ടായിരുന്ന സമരമാണത്. പ്രത്യേകിച്ച് സഭ, കോൺഗ്രസ്, വിവിധ സംഘടനകളൊക്കെ ചേർന്നാണ് ഈ സമരം നടത്തിയത്. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ശരിക്കും ഇൻ്റർവെൻഷൻ വഴിയാണ് ഈ സർക്കാരിനെ പിരിച്ചുവിടുന്നതൊക്കെ ഉള്ളത്. ആ സമയത്താണ് ശരിക്കും ഈ കമ്മ്യൂണിസവും വെസ്റ്റ് ഓപ്പോസിഷൻ എന്നൊക്കെ പറയുന്ന വേർതിരിവ് ശക്തമായത്. ഇതിനെ തിരക്കഥ തരക്കേടില്ലാതെ രീതിയിൽ പ്ലേസ് ചെയ്യുന്നു എന്ന് എടുത്തു പറയാൻ പറ്റും. പ്രത്യേകിച്ച് സുരേഷ് ബാബു ആ ഒരു ഭാഗം നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ അൺഎക്സ്പെക്റ്റഡ് സ്പാർക്ക് എന്ന് പറയുന്നത് പൃഥ്വിരാജാണ്. കുറച്ച് സമയം കൊണ്ട് ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ത്രില്ലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന റോളാണ് പൃഥ്വി ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറിയൊക്കെ കൊണ്ട് ഭയങ്കര ആ ക്യാമിയോ നന്നായിട്ട് ഈ സിനിമയിൽ വർക്കായി വരുന്നുണ്ട്. ഇപ്പോൾ കയാതുവിൻ്റെ പോർഷനാണെങ്കിലും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള റെഫറൻസിൽ നിന്ന് ആ പ്രണയത്തെ വളരെ സബ്റ്റൈലായിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലാണ്. അതിനോട് ചേർന്ന് വരുന്ന ഈ കാട്ടുചെമ്പകം പൂത്തോട്ടെ എന്നുള്ള ഗാനവും ആ കാലഘട്ടത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫ്ലേവർ വളരെ ലൈറ്റായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു സ്മാർട്ട് മൂവായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ ടിജോ ടോമിയാണ് ക്യാമറ, ജെയ്ക്സ് ബിജോയാണ് സോങ്സും ബീജിയും കൈകാര്യം ചെയ്തിരിക്കുന്നത്. എഡിറ്റിങ് ശ്രീജിത്ത് സാരംഗ്, പ്രൊഡക്ഷൻ ഡിസൈന് ദിലീപ് നാഥ്, മഞ്ജുഷ രാധാകൃഷ്ണൻ കോസ്റ്റ്യൂംസ്, റഷീദ് അഹമ്മദ് മേക്കപ്പ്, അങ്ങനെയുള്ള ഒരു ടെക്നിക്കൽ ടീംസ് ഈ കാലഘട്ടത്തെ റീക്രിയേറ്റ് ചെയ്യാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ടൊവിനോയുടെ ആവറേജ് പ്രകടനവും സെക്കൻഡ് ഹാഫിലെ ചില മുഹൂർത്തങ്ങളും കൊണ്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. തിയേറ്റർ വിട്ടിറങ്ങിയ ശേഷം ഒരു സ്ട്രോങ് ഇമ്പാക്റ്റ് ഒന്നും ബാക്കി വെക്കാത്ത തരത്തിലുള്ള ജസ്റ്റ് ഓക്കെ ഔട്ടിങ്.